ഹായ് ഓൾ. അപ്പോൾ നമ്മളുടെ PSCക്ക് വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് SCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വരുന്ന പോർഷൻസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആണ്, ഒറ്റയല്ല ഒരു ജീവിയും. അപ്പോൾ ആ ടോപ്പിക്കിൽ ബേസിക് സയൻസ് ആണ്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നത് നമ്മളുടെ ഫുഡ് വെബിനെ പറ്റിയാണ്, അതായത് ആഹാര ശൃംഖലാജാലം, അതായത് ആഹാര ശൃംഖലയെ പറ്റിയാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ എന്താ പറയുക, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ജീവികൾ, അതായത് ജീവികളുടെ ധർമ്മം എന്താണ്, അത് നമ്മളുടെ എക്കോസിസ്റ്റത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കറിയാലേ, മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾ സസ്യങ്ങളെ ആഹാരമാക്കുന്നവയാണ്. അതായത് മാൻ, മുയൽ, പുൽച്ചാടി തുടങ്ങിയ ജീവികൾക്ക് സസ്യങ്ങളാണ് ആഹാരം. ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കൂ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇവയെ ആഹാരമാക്കുന്ന മറ്റു ജീവികളെ കൂടി ഉൾപ്പെടുത്തി ആഹാരബന്ധം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സസ്യത്തെ ആഹാരമാക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? മാൻ, മുയൽ, പുൽച്ചാടി എന്നിവ സസ്യത്തെ കഴിക്കുന്നു. അതുപോലെ തന്നെ ഇവയെ ആഹാരമാക്കാനുള്ള ജീവികൾ ഏതൊക്കെയാണ്? മാനിനെ പുലി, കടുവ, സിംഹം തുടങ്ങിയ ജീവികൾ ആഹാരമാക്കുന്നു. അതുപോലെ തന്നെ മുയലിനെയും ഈ കടുവ, പുലി, സിംഹം തുടങ്ങിയ ജീവികൾ ആഹാരമാക്കുന്നു. പിന്നുള്ളതാണ് പുൽച്ചാടി ആഹാരമാക്കുന്നത് എന്താണ്? തവള ആഹാരമാക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ആഹാര ശൃംഖല എന്ന് പറയുന്നത്. സസ്യത്തെ മാൻ, മുയൽ, പുൽച്ചാടി എന്നിവ കഴിക്കുകയും ബാക്കിയുള്ള സസ്യ ആഹാരഭോജികളും അതുപോലെ തന്നെ മാംസ്യ ആഹാരഭോജികളുമുണ്ട്. ഇവയെ കഴിക്കുകയാണ് ചെയ്യുന്നത്. പൂർത്തിയാക്കിയ ആഹാരബന്ധം ക്ലാസ്സിൽ അവതരിപ്പിക്കുക. കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്തി ആഹാരബന്ധം വിപുലീകരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. അതായത് ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്, ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. അതായത് ഇതിനെയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അതായത് ഒരു ജീവി മറ്റൊരു ജീവിയെ ആഹാരമാക്കുകയും അങ്ങനെ തുടർന്നു പോകുന്ന ഒരു ശൃംഖലയാണ് നമ്മൾ ആഹാര ശൃംഖലാജാലം അല്ലെങ്കിൽ ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതായത് ഇപ്പോൾ സസ്യത്തെ കഴിക്കുന്നത് മാനും പശു തുടങ്ങിയ ജീവികളാണ്. അവയെ കഴിക്കുന്നതോ പുലി പോലത്തെ ജീവികളാണ് കഴിക്കുന്നത്. അതാണ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധമാണ് ആഹാര ശൃംഖല. അതായത് ആഹാര ശൃംഖലാജാലം അതിലെ ശ്രേണിയിലുള്ള ഒരു ആഹാരബന്ധം, അതായത് ഒരു സൈക്കിള് പോലെയുള്ള ഒരു ആഹാര ബന്ധത്തെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്, ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അതായത് ഒരു ജീവി മറ്റൊരു ജീവിയെ ആഹാരമാക്കുകയും ആ ജീവിയെ മറ്റൊരു ജീവി ആഹാരമാക്കുക, അങ്ങനെ തുടർന്നു പോകുന്ന ഒരു ശൃംഖലയാണ് ആഹാര ശൃംഖല എന്ന് പറയുന്നത്. സ്രാവ് ആഹാരം എന്താണ്? കണവ, മീനുകൾ, കടലാമ. മത്തി, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. കടലാമ, സസ്യഭാഗങ്ങൾ, മീനുകൾ, ചെറുമീനുകൾ, പ്ലവകങ്ങൾ. അതായത് ഇതുപോലുള്ള എന്താ പറയുക, ഈ ഫംഗസ് അതുപോലത്തെയുള്ള സ്പൈറലിന അങ്ങനത്തെ സസ്യങ്ങൾ, ചെറിയ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. അതായത് സ്രാവ് ആഹാരമാക്കുന്നത് കണവ, മീനുകൾ, കടലാമ തുടങ്ങിയവയാണ്. അതുപോലെ തന്നെ മത്തി ആഹാരമാക്കുന്നത് ചെറുമീനുകൾ, പ്ലവകങ്ങൾ തുടങ്ങിയവയാണ്.
കടലാമ ആഹാരമാക്കുന്നത് സസ്യഭാഗങ്ങൾ, മീനുകൾ എന്നിവയാണ്. ചെറുമീനുകൾ ആഹാരമാക്കുന്നത് പ്ലവകങ്ങളാണ്. അപ്പോൾ ഈ അക്വാട്ടിക് ആയിട്ടുള്ള ആനിമൽസിൽ, അതായത് ജലത്തിൽ വളരുന്ന ജലജീവികളിൽ അവയുടെ സൈസ് കൂടുന്നതനുസരിച്ച് അവ കഴിക്കുന്നത് കൂടുതൽ കാർണിവോറസ് ആയിട്ടാണ് കാണുന്നത്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. അതായത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ഒരു ചെറു സസ്യങ്ങളെ എന്ത് പറയുന്നു? പ്ലവകങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ പ്ലവകങ്ങൾ എന്താണ് എന്നൊരു ചോദ്യം വരാം. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളെ എന്ത് പറയുന്നു? പ്ലവകങ്ങൾ എന്ന് പറയുന്നു. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണിവ. എന്താണ് സമുദ്രം? അതായത് സീ എന്ന് പറയുന്ന എക്കോസിസ്റ്റത്തിലെ ഉൽപാദകരാണ് ഇവർ. അതായത് ഇവയാണ് ബേസിക് ആയിട്ടുള്ള നമ്മളുടെ ഫുഡ് ചെയിനിലെ പ്രൈമറി ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഈ പ്ലവകങ്ങളാണ്. ഇനി നമ്മൾ പറഞ്ഞു കടുവയാണ് ആഹാര ശൃംഖലയിലെ അവസാനത്തെ കണ്ണി എന്ന് പറഞ്ഞു. ഈ കടുവയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കടുവയെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ കടുവയുടെ സംരക്ഷണം ഉറപ്പാക്കണം എന്ന് പറയാനുള്ള കാരണം, ഭക്ഷ്യശൃംഖലയിലെ ഏറ്റവും ഉയർന്ന കണ്ണിയിൽപ്പെടുന്ന ജീവിയാണ് കടുവ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യാഹാരികളുടെയും മാംസാഹാരികളുടെയും എണ്ണം ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ ഓരോ കണ്ണിയിലെയും ജീവികൾക്ക് പങ്കുണ്ട്. ആഹാര ശൃംഖലയിലെ താഴെക്കണ്ണിയിലുള്ള ചില ജീവിവർഗങ്ങൾ നശിച്ചാൽ അവയ്ക്ക് പകരം അതേ ധർമ്മം ചെയ്യുന്ന മറ്റു ജീവിവർഗങ്ങൾ ഉണ്ടായെന്ന് വരാം. കടുവയെ പോലുള്ള ജീവികൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? പകരം ആ ധർമ്മം നിർവഹിക്കാൻ മറ്റു ജീവികൾ ഉണ്ടാവില്ല. അതിനാൽ കടുവയെ പോലെയുള്ള ഉയർന്ന കണ്ണിയായ ജീവികളുടെ സംരക്ഷണം പ്രാധാന്യം അർഹിക്കുന്നു. കടുവയെ സംരക്ഷിക്കുന്നത് വഴി വലിയൊരു ആവാസ വ്യവസ്ഥ മുഴുവനായും സംരക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ടൈഗർ റിസർവിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയാം നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള, അതായത് ഒരു ഫുഡ് ചെയിൻ തുടങ്ങുന്നത് പ്ലാന്റ്സിൽ നിന്നാണെന്ന് പറഞ്ഞു, അതായത് സസ്യങ്ങളിൽ നിന്നാണ്. ഈ സസ്യങ്ങൾ അവയ്ക്കുള്ള ആഹാരം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ചിട്ടാണ്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. സൺലൈറ്റിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്തിട്ടാണ് ഇവർ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ യൂസ് ചെയ്ത് അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. അതിനാൽ ഈ പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. അതായത് ഈ പ്രവർത്തനത്തെ എന്ത് പറയുന്നു? ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം എന്താണ്? ക്ലോറോഫിൽ. ഇലകളിൽ കാണുന്നതാണ് ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങളെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. അതായത് സസ്യങ്ങളെ അവരുടെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു വർണ്ണകമാണ് ഹരിതകം. ഹരിതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോറോഫിൽ. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഓക്സിജനും ഉണ്ടാകുന്നു. ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഓക്സിജൻ. അതായത് പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ ജീവികൾ യൂസ് ചെയ്യുന്ന ഓക്സിജൻ എങ്ങനെ ഉണ്ടാവുന്നതാണ്? ഈ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൺലൈറ്റിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്തിട്ട് ക്ലോറോഫില്ലിൻ്റെ സഹായത്തോടു കൂടി പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി എന്തുണ്ടാവുന്നു? ഓക്സിജൻ ഉണ്ടാവുന്നു. ഇത് കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ചിത്രീകരണം നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാതകം എന്ന് പറയുന്നത്, ഗ്യാസ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. പിന്നെ സെക്കൻഡായിട്ട് വരുന്നത് ഓക്സിജൻ ആണ്. പിന്നെ ഉള്ളതാണ് ആർഗൺ, ദെൻ കാർബൺ ആൻഡ് പിന്നെ അതേഴ്സ്, മറ്റുള്ളവ. അതാണ് നമ്മളുടെ അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നാച്ചുറലി കാണുന്ന വാതകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്.
അത് ഓർത്തിരിക്കുക. ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന വർണ്ണകം ഏതാണ്, പിഗ്മെൻ്റ് ഏതാണ്? ക്ലോറോഫിലാണ്. പല പല കളറിലുള്ള ക്ലോറോഫിൽസ് ഉണ്ട്. അതായത് ക്ലോറോഫിൽ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെയുള്ള വേറെ പിഗ്മെൻറ്റുകളും ഉണ്ട്, വേറെ വർണ്ണകങ്ങൾ ഉണ്ട്. നിറം എന്താണ്? ചുവപ്പ്. ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ ആണ്. ഓറഞ്ച് നിറം കൊടുക്കുന്ന വർണ്ണകം ഏതാണ്? കരോട്ടിൻ. ഓറഞ്ച് നിറം കൊടുക്കുന്ന വർണ്ണകമാണ് കരോട്ടിൻ. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? സാന്തോഫിൽ. മഞ്ഞ നിറം നൽകുന്ന വർണ്ണകമാണ് സാന്തോഫിൽ. സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മളുടെ ശ്വസന പ്രക്രിയ നടക്കുന്നത് പോലെ തന്നെ സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നുണ്ട്. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ജീവികളും ശ്വാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓക്സിജൻ തന്നെയാണ്. ശ്വസന ഫലമായി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ശ്വസന ഫലമായി ഉണ്ടാകുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗപ്പെടുത്തുന്നു. അതായത് ജീവികൾ പുറത്തുവിടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഈ സസ്യങ്ങൾ ഉപയോഗിക്കുന്നു. സസ്യങ്ങൾ ഉപയോഗിച്ച് അവ ഡേ ടൈമിൽ ഫോട്ടോസിന്തസിസ് നടത്താനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡാണ്. അന്തരീക്ഷത്തിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അതായത് നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡും ഈ സസ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഫോട്ടോസിന്തസിസിന് വേണ്ടി. ഇതിനായി ഇലകൾ പ്രത്യേക ഭാഗം വല്ലതുമുണ്ടോ എന്ന് പരിശോധിക്കാം. അതായത് ഇലകളിലൂടെയാണ് വായു സസ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ഇലകൾ വഴിയാണ് സസ്യങ്ങളുടെ ശ്വസനം നടക്കുന്നത്. അതായത് ഇലകളിലൂടെയാണ് വായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഇലകളിൽ എന്താണ് പ്രത്യേകത? അതായത് എന്ത് പ്രത്യേകത മൂലമാണ് ഇലകളിലേക്ക് ഈ ശ്വസന പ്രക്രിയ നടക്കാനുള്ള കാരണം? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭാഗമുണ്ടോ അതിന് എന്ന് നമുക്ക് നോക്കാം. ഇലയുടെ പാളി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച ശേഷം എന്ത് കാണാം നമുക്ക്? ഇലകളിലുള്ള ഈ സൂക്ഷ്മ സുഷിരങ്ങൾ അവയെ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നു. അതായത് ഇലകളിൽ നമുക്ക് സൂക്ഷ്മ സുഷിരങ്ങൾ കാണാം. അവയെ എന്ത് പറയുന്നു? സ്റ്റൊമാറ്റ എന്ന് പറയുന്നു. ഈ സ്റ്റൊമാറ്റ വഴിയായിട്ടാണ് നമ്മളുടെ ശ്വസനം നടക്കുന്നത് പ്ലാന്റ്സിലുള്ള. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഫോട്ടോസിന്തസിസ് കാരണം ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതും ഈ സുഷിരങ്ങളിലൂടെയാണ്. ഈ സ്റ്റൊമാറ്റ വഴി തന്നെയാണ് അതിലുണ്ടാവുന്ന ഓക്സിജൻ പുറത്തേക്ക് വിടുന്നതും ഈ സ്റ്റൊമാറ്റ വഴിയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നതും സ്റ്റൊമാറ്റ വഴിയാണ്. പുറത്തേക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റൊമാറ്റ വഴിയാണ്. ഇത് ഫോട്ടോസിന്തസിസിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്സിജൻ പുറത്തേക്ക് പോകുന്നു ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് വരികയും ഓക്സിജൻ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള ജീവികളുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ പ്ലാന്റ്സ് തന്നെ പല ടൈപ്പുണ്ട്. പല ടൈപ്പിലുള്ള പ്ലാന്റ്സ് നമുക്ക് കാണാൻ പറ്റും. എങ്ങനത്തേക്കാണ്? ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. അതായത് ചെറിയ വേരുകൾ. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് വേറൊരു മരത്തിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യങ്ങളുണ്ട്. ഈ സസ്യങ്ങളെ എന്ത് പറയുന്നു? ഇങ്ങനെയുള്ള സസ്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ചെറിയ വേരുകൾ മരവാഴയെ മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നു. അതായത് മരവാഴ എന്ന് പറയുന്ന ഒരു സസ്യത്തെ വലിയൊരു മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നത് അതിൻ്റെ വേരുകളാണ്. കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കട്ടി കൂടിയ വേരുകൾ, ഈ മരവാഴയുടെ വേരുകൾ എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ളതാണ്. അത് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈർപ്പം എന്ത് ചെയ്യുന്നു? വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
വാസസ്ഥലത്തിനായി മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. വാസസ്ഥലത്തിന് മാത്രമാണ് ഇവ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അത് ഇവരുടെ ഹാബിറ്റാറ്റിന് മാത്രം, ഇവർക്ക് താമസത്തിന് മാത്രമായിട്ട്, ഇതിന് പറ്റിപ്പിടിച്ച് നിൽക്കുന്നതിനൊരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ് ഇത് ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. അല്ലാതെ ഇതിന് ഫുഡോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓൺലി ഫോർ ഹാബിറ്ററ്റ്. ഇത്തരം സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള സസ്യങ്ങളെ എന്താണ് പറയുന്നത്? എപ്പിഫൈറ്റ്. അതായത് വാസസ്ഥലത്തിന് മാത്രമായി ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എന്ത് പറയുന്നു? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. ഓർക്കിഡുകൾ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഓർക്കിഡ് നമ്മൾ കാണാറുണ്ട്. ഒരു മരത്തിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രം നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഓർക്കിഡുകൾ. അപ്പോൾ എപ്പിഫൈറ്റിന് ഒരു എക്സാമ്പിൾ ആണ് ഓർക്കിഡ്. ഇനി അടുത്തതാണ് ഇത്തിക്കണ്ണി. ഇത്തിൽക്കണ്ണി എന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതായത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സസ്യത്തിൽ നിന്ന് ജലവും ലവണവും, മിനറൽസും, വാട്ടർ ആൻഡ് മിനറൽസ് വലിച്ചെടുത്ത് ഇത്തിൽക്കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതായത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സിൽ നിന്നും വാട്ടറും മിനറൽസും എടുത്തിട്ടാണ് ഇവർ ഫുഡ് ഉണ്ടാക്കുന്നത്. അതിനാൽ ഇത്തിൽക്കണ്ണി പോലെയുള്ള സസ്യങ്ങളെ അർത്ഥപരാതങ്ങൾ എന്ന് പറയുന്നു. അതായത് ഇത്തിൽക്കണ്ണി പോലുള്ള സസ്യങ്ങളെ അതുകൊണ്ട് എന്ത് പറയുന്നു? അർത്ഥപരാതങ്ങൾ എന്ന് പറയുന്നു. സെമി പാരസൈറ്റ് എന്ന് പറയുന്നു. അർത്ഥപരാതങ്ങൾ എന്ന് പറഞ്ഞാൽ സെമി പാരസൈറ്റ്, അതായത് വേറെ ഒരു പ്ലാന്റിലേക്ക് പറ്റിപ്പിടിച്ച് നിന്നിട്ട് വാട്ടറും മിനറൽസും അതിൽ നിന്ന് എടുത്ത് ഫുഡ് ഉണ്ടാക്കുന്ന പ്ലാന്റ്സിനെ എന്ത് പറയുന്നു? അർത്ഥപരാതങ്ങൾ അല്ലെങ്കിൽ സെമി പാരസൈറ്റ് എന്ന് പറയും. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇത്തിൽക്കണ്ണി. അടുത്തത് മൂടില്ലാത്ത ആളിയെ പറ്റിയാണ്. അതെന്താണ്? ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ വിറ്റാമിൻസും മിനറൽസും വലിച്ചെടുക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. അതായത് ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുന്നത്, അതായത് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് വലിച്ചെടുക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊത്തമായിട്ട് പോഷക ഘടകങ്ങളെല്ലാം തന്നെ വലിച്ചെടുക്കുന്ന മൂടില്ലാത്താളി പോലുള്ള സസ്യങ്ങളെ എന്ത് പറയുന്നു? പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നു. അതായത് ടോട്ടൽ പാരസൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തിൽക്കണ്ണി ഒരു എക്സാമ്പിൾ എന്തിനാണ്? സെമി പാരസൈറ്റ് അല്ലെങ്കിൽ അർത്ഥപരാതങ്ങൾക്ക് എക്സാമ്പിളാണ് ഇത്തിൽക്കണ്ണി. അതുപോലെ തന്നെ പൂർണ്ണപരാതങ്ങൾ അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റിന് എക്സാമ്പിളാണ് മൂടില്ലാത്താളി. ഇനി ഈ PSCക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? അതായത് നമ്മൾ പറഞ്ഞു വാസസ്ഥലത്തിന്, ഹാബിറ്റാറ്റിന് വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെ എന്താണ് പറയുന്നത്? അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് A പരാത സസ്യങ്ങൾ, B എപ്പിഫൈറ്റുകൾ, C ശവോപജീവികൾ, D ആരോഹികൾ. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് B ആണ്. എപ്പിഫൈറ്റുകളാണ് ആൻസർ വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ, ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആണ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? അതായത് പ്രൈമറി കൺസ്യൂമേഴ്സ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വരുന്നത് A പ്രാഥമിക മാംസബുക്ക്, B സസ്യങ്ങൾ, C സസ്യബുക്ക്, D സസ്യപ്ലവകങ്ങൾ. അപ്പോൾ ഇത് 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് C ആണ്, സസ്യബുക്ക്. അതായത് സസ്യബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങളെ ആഹാരമാക്കുന്ന ഇതിനെയാണ് നമ്മൾ സസ്യബുക്ക് എന്ന് പറയുന്നത്. ജീവികളെയാണ് നമ്മൾ സസ്യബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആഹാര ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ. ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? അതായത് ഒരു ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് മാംസഭോജിയാണ്. അതായത് കാർണിവോറസ് ആനിമൽസ് ആണെങ്കിൽ
അതിൻ്റെ ആദ്യത്തെ കണ്ണി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഹരിത സസ്യങ്ങൾ, ബി സസ്യഭോജി, സി മിശ്രഭോജി, ഡി ഇവരാരുമല്ല. അപ്പോൾ ഒരു ആഹാര ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കണ്ണി എന്താണ്? എപ്പോഴും ഒരു ആഹാര ശൃംഖല തുടങ്ങുന്നത് സസ്യങ്ങളിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്, ഹരിത സസ്യങ്ങളാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളുടെ പച്ച നിറത്തിന് കാരണമായ വർണ്ണകം. അതായത് സസ്യങ്ങളുടെ പച്ച നിറത്തിന് കാരണമായ വർണ്ണകം ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് എ മാഗ്നീഷ്യം, ബി ഹരിതകം, സി കെരോട്ടിൻ, ഡി സാന്തോഫിൽ. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് 2014. പിന്നെ ആൻസർ വരുന്നത് ബി ആണ്, ഹരിതകമാണ്. ഹരിതകമാണ് ഈ സസ്യങ്ങളുടെ പച്ച നിറത്തിന് കാരണമായ വർണ്ണകം. അപ്പം ഇത്രയാണ് ബേസിക് സയൻസ് ചാപ്റ്റർ 1 5th സ്റ്റാൻഡേർഡിൽ നിന്ന് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും മെയിനായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവുക. പിന്നെ പറയാനുള്ളത്, ഈ മിൻറ്റിൽ നിന്ന് വി പ്രൊവൈഡ് ട്രെയിനിങ് ഫോർ കേരള PSC, ബാങ്കിങ്, SSC, റെയിൽവേ and 8 to 12 school tuition, medical and engineering entrance coaching, LLB classes and finishing school. എൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ലൈവായിട്ടുള്ള ഇൻറ്ററാക്റ്റീവ് സെക്ഷൻസ് ഉണ്ടാവും, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആയിരിക്കും, ടെസ്റ്റ് സീരീസ്, അത് മന്ത്ലി വീക്ക്ലി ഉള്ള ടെസ്റ്റ് സീരീസ് ഉണ്ട്, സബ്ജക്റ്റ് വൈസ് ടെസ്റ്റുകളുണ്ട്, ബുക്സ്, മെൻറ്റർഷിപ്പ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.